കണ്ണീരാറ്റിൽ മുങ്ങിത്തപ്പി പെണ്ണെന്ന മുത്തിനെ ആരെടുത്തു എന്ന ഗാനത്തോടെയാണ് കെ.ജി. ജോർജ് ആദാമിൻ്റെ വാരിയലിലെ കാഴ്ചകൾ കാണിച്ചു തരുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ കേന്ദ്രീകൃത സിനിമകളിലൊന്നായിരുന്നു 1983 പുറത്തിറങ്ങിയ ആദാമിൻ്റെ വാരിയൽ. വേണു നാഗവള്ളി, മമ്മൂട്ടി, ഭരത് ഗോപി, ടി.എം. എബ്രഹാം, സൂര്യ, സുഹാസിനി, ശ്രീവിദ്യ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ONVയുടെ വരികൾക്ക് ഈണം നൽകിയത് M.B. ശ്രീനിവാസനായിരുന്നു. തൻ്റെ സിനിമകളിൽ മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള മനഃശാസ്ത്ര വിശകലനത്തിനും സ്വഭാവ പഠനത്തിനും അദ്ദേഹം ശ്രദ്ധേയനാണ്. ആലീസ്, വാസന്തി, അമ്മിണി സമൂഹത്തിലെ വ്യത്യസ്ത അടരുകളെ പ്രതിനിധീകരിക്കുന്ന 3 സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീകുലത്തിൻ്റെ ജീവിത സന്ദർഭങ്ങളുടെ കുറ്റമറ്റ ആഖ്യാനവും വ്യാഖ്യാനവുമാണ് ആദാമിൻ്റെ വാരിയൽ നിർവഹിച്ചിരിക്കുന്നത്. വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ് ഈ 3 സ്ത്രീകളും. വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെട്ടവർ. എന്നാൽ അധികാരത്തിൻ്റെ മുൻപിൽ ഇവർ 3 പേർക്കും ഒരേ സ്ഥാനമാണുള്ളത്. വാസന്തി ജോലിയുള്ള ഇടത്തരം കുടുംബത്തിലെ സ്ത്രീയാണ്. വീടും ജോലിയും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പ്രയാസപ്പെടുന്നു. ഭർത്താവ് മദ്യപാനിയായതിനാലും ഒരു സ്ഥിരം ജോലിയില്ലാത്തതിനാലും ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ അവൾ ജോലി ചെയ്യേണ്ടതുണ്ട്. ക്രൂരയായ അമ്മായിയമ്മ മദ്യപാനിയായ മകനെ പിന്തുണയ്ക്കുന്നു. ഇത് വാസന്തിയെ ദൈനംദിന ജീവിതത്തിൽ താല്പര്യം നഷ്ടപ്പെടുന്നതിനും തുടർന്ന് വിഷാദത്തിലേക്കും നയിക്കുന്നു. ജോലിയിൽ അവൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ലീവ് ലെറ്റർ സമർപ്പിക്കണമെന്ന് അറിയാതെ അവൾ കുറേ കാലം വീട്ടിൽ തന്നെ തുടരുന്നു. അവളുടെ അടുത്ത സുഹൃത്ത് അവളിലെ മാറ്റം ശ്രദ്ധിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് ഒരു മനോരോഗ വിദഗ്ധനെ സന്ദർശിച്ച് ചികിത്സ തേടാൻ നിർബന്ധിച്ചു. പക്ഷേ അവളുടെ ഭർത്താവും അമ്മായിയമ്മയും അവളുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. അമ്മയും മകനും അവളെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നു. ആലീസ് ഒരു വിരസയായ ധനിക വീട്ടമ്മയാണ്. വലിയ ആഡംബര ബംഗ്ലാവ്, കാറ്, അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഒരു വേലക്കാരി, ഒരു പാചകക്കാരൻ, 2 കുട്ടികൾ, വലിയ ബാങ്ക് ബാലൻസ്, കയ്യിൽ ധാരാളം സമയം. പണത്തിനു പിന്നാലെ പോകുന്ന ഭർത്താവ് മാമച്ചൻ തൻ്റെ ബിസിനസ് വികസിപ്പിക്കാൻ എന്തും ചെയ്യും. എല്ലാത്തരം നീചന്മാരെയും വീട്ടിലേക്ക് കൊണ്ടുവരും. പാനീയങ്ങൾ പങ്കിടും. അവരെ രസിപ്പിക്കാൻ ആലീസിനെ നിർബന്ധിക്കും. ആലീസ് എന്നും മദ്യപിക്കും. ഉറക്കഗുളിക കഴിക്കാതെ ഉറങ്ങാൻ കഴിയില്ല. ഭർത്താവ് അവളെ ഇത്തരത്തിലുള്ള ഒരു ജീവിതശൈലിയിലേക്ക് തള്ളിവിട്ടതാണെന്ന് അവൾ കരുതുന്നു. അതവളുടെ ബോധത്തെ കുത്തിനോവിക്കുന്നു. ഭർത്താവ് മാമച്ചന് വീട്ടുവേലക്കാരിയായ അമ്മിണിയുമായി മോശം ബന്ധമുണ്ടെന്ന് ആലീസിനറിയാം. ഇതിനെ ചൊല്ലിയുള്ള വഴക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ആലീസ് ആർക്കിടെക്റ്റായ ജോഷിയുമായി ഒരവിഹിത ബന്ധം വളർത്തിയെടുത്തു. ആലീസിൻ്റെ കുട്ടികൾ പ്രത്യക്ഷത്തിൽ അസ്വസ്ഥരായിരുന്നു. അവരെ മാതാപിതാക്കളായി ലഭിച്ചതിൽ കുട്ടികൾ വേദനിച്ചു. മകൾ നിഷ മഹേഷ് എന്ന ചെറുപ്പക്കാരനുമായി അടുത്തു. അവരെ ഒരു ഹോട്ടലിൽ നിന്നും പിടികൂടി. പക്ഷേ ഭാഗ്യവശാൽ നിയമപരമായ സങ്കീർണതകളിൽ നിന്നും രക്ഷപ്പെട്ടു. കുടുംബത്തിന് വന്ന എല്ലാ അപമാനങ്ങൾക്കും ഉത്തരവാദി ആലീസാണെന്ന് മാമച്ചൻ കുറ്റപ്പെടുത്തി. ആലീസ് ബാഗ് പാക്ക് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അവളെ അവിടെ സ്വാഗതം ചെയ്യുന്നില്ല. ഒടുവിൽ ധാരാളം ഉറക്കഗുളികകൾ കഴിച്ച് ആലീസ് ആത്മഹത്യ ചെയ്യുന്നു. അമ്മിണിയുടെ കഥ വളരെ ദയനീയമാണ്. അവളുടെ ഭർത്താവ് ഏകദേശം 11 വർഷങ്ങൾക്ക് മുൻപ് ആലീസിൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ച് ഒരിക്കൽ പോലും അവളെ കാണാൻ വരുന്നില്ല. ഒരു അനാഥയെപ്പോലെ അവൾ എല്ലാ വീട്ടുജോലിയും ചെയ്യുന്നു. വീട്ടുജോലികൾ മാത്രമല്ല, മാമച്ചൻ്റെ മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി വഴങ്ങേണ്ടതായി വരുന്നു. അമ്മിണി ഗർഭിണിയായപ്പോൾ പരിഭ്രാന്തനായ മാമച്ചൻ അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു.
പുറത്തുനിന്ന് അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതിനുശേഷം അവളുടെ എല്ലാ പിന്തുണയും നിലച്ചു. അമ്മിണി കുഞ്ഞിനെ തെരുവിൽ ഉപേക്ഷിക്കുന്നു. 2 പോലീസുകാർ അമ്മിണിയെ വനിതാ അഭയകേന്ദ്രത്തിലാക്കുന്നു. തന്നെപ്പോലെ നിരാലംബരായ അനേകം സ്ത്രീകളെ അവൾ അവിടെ കാണുന്നു. അവൾ അവർക്ക് ധാർമ്മിക പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുന്നു. ജീവിതത്തെ നേരിടാനും അന്തസ്സോടെ ജീവിക്കാനും അവർക്ക് ധൈര്യം നൽകുന്നു. സമൂഹത്തിലെ 3 വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് സമാന പ്രശ്നങ്ങൾ നേരിടുന്ന 3 പേർ വ്യത്യസ്തമായ പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും സമ്പന്നയായ ആലീസ് കുടുംബസങ്കല്പങ്ങളുടെ ചുമരുകൾ പൊളിക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് സഞ്ചരിക്കുന്നു. മധ്യവർഗ സ്ത്രീ മനസ്സിനെ പ്രതിനിധീകരിച്ച വാസന്തി മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ അഭയം പ്രാപിക്കുന്നു. ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ചിത്രത്തിലെ 3 കഥാപാത്രങ്ങളുടെയും ശാരീരികവും ആന്തരികവുമായ സവിശേഷതകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നായികമാരുടെ കാര്യത്തിൽ KG ജോർജ് നിർവഹിച്ചിരുന്നു. ഭൗതിക സുഖങ്ങളിലും ശാരീരിക ആസക്തികളിലും അഭിരമിക്കുകയും അഭയം കണ്ടെത്തുകയും ചെയ്യുന്ന ഉന്നതവർഗ സ്ത്രീകളുടെ അലസമതാലസ ഭാവങ്ങൾക്കിണങ്ങുന്ന വിധത്തിലാണ് ശ്രീവിദ്യയുടെ ശരീരം വേഷവിധാനങ്ങളാലും ചമയങ്ങളാലും ചിത്രത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ജോലിസ്ഥലത്തെ അധ്വാനത്തിനു പുറമെ അടുക്കളയിലും അരകല്ലിനു മുമ്പിലുമൊക്കെയായി തന്നിലേക്ക് മാത്രം നിക്ഷിപ്തമായി വരുന്ന വീട്ടുജോലികളിലും വ്യാപൃതയായി തേഞ്ഞു തീരുന്ന പെൺശരീരത്തിലേക്ക് സുഹാസിനിയുടെ മെലിഞ്ഞ ശരീരം കൃത്യമായി പാകപ്പെട്ടിരിക്കുന്നു. സൂര്യ എന്ന അഭിനേത്രിയുടെ കറുത്ത ശരീരം ഇത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദൗത്യം നിർവഹിച്ച മറ്റൊരു സിനിമയുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റു 2 സ്ത്രീകളും പരാജയപ്പെടുന്നിടത്ത് സമൂഹവും കുടുംബവും തീർക്കുന്ന തടവറ ചുമരുകൾ മറികടന്ന് പുറത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് ഓടിയിറങ്ങാനും കുടുങ്ങിപ്പോയ മറ്റനവധി സ്ത്രീകൾക്ക് ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ കാരണമാകാനും അമ്മിണിക്ക് കഴിഞ്ഞിട്ടുണ്ട്.